നമസ്കാരം. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ അതായത് IRGC ആസ്ഥാനം തകർത്തെന്ന് അമേരിക്കൻ സൈന്യം. പാമ്പിന്റെ തല വെട്ടിമാറ്റി എന്നാണ് US സെൻട്രൽ കമാൻഡ് ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 47 വർഷത്തിനിടെ 1000-ലധികം അമേരിക്കക്കാരുടെ മരണത്തിന് IRGC ഉത്തരവാദികളാണെന്ന് US സെൻട്രൽ കമാൻഡ് പ്രതികരിച്ചു. ഭൂമിയിലെ ഏറ്റവും ശക്തമായ സൈന്യം USന്റേതാണെന്നും IRGCക്ക് ഇപ്പോൾ ആസ്ഥാനമില്ലെന്നും സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വിയോഗത്തിനും ഇസ്രായേൽ US ആക്രമണങ്ങൾക്കും പിന്നാലെ ലോകം ഉറ്റുനോക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിക്ക് ഒരുങ്ങുകയായിരുന്ന IRGC ആയിരുന്നു. ഇറാന്റെ ഭരണകൂടത്തെയും ആദർശങ്ങളെയും സംരക്ഷിക്കുന്ന കവചമായിട്ടാണ് ഈ സേന അറിയപ്പെടുന്നത്. അതിനൊക്കെ തൊട്ടു പിന്നാലെയാണ് അത് തകർത്ത് തരിപ്പണമാക്കിയെന്ന വാർത്തയും പുറത്തു വന്നത്. IRGC ഇന്റലിജൻസ് ആസ്ഥാനം, IRGC വ്യോമസേന കമാൻഡ് സെന്ററുകൾ, ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനം എന്നിവയുൾപ്പെടെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുകയായിരുന്നു. ഈ ഒരു ആക്രമണത്തിലൂടെ ഇറാന് കനത്ത തിരിച്ചടി നൽകിയെന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കുകയും ചെയ്തു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ച ശേഷവും US ഇസ്രായേൽ സംയുക്ത ആക്രമണം ഇറാനിൽ തുടരുകയാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ പുതിയ ഭരണകൂടത്തെ ആഭ്യന്തര ബാഹ്യ ഭീഷണികളിൽ നിന്ന് സംരക്ഷിക്കാനാണ് IRGC രൂപീകരിച്ചത്. ഇറാന്റെ സാധാരണ സൈന്യത്തിന് അതായത് അർട്ടേഷിന് സമാന്തരമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. സാധാരണ സൈന്യം പ്രതിരോധ മന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ IRGC നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ പരമോന്നത നേതാവിനെയായിരുന്നു. സ്വന്തമായി കര, നാവിക, വ്യോമസേനകളും ഇന്റലിജൻസ് വിഭാഗവും ഇവർക്കുണ്ട്. കൂടാതെ ബാസിജ് എന്ന കരുത്തുറ്റ പാരാമിലിറ്ററി വിഭാഗവും ഇതിന്റെ ഭാഗമാണ്. IRGCയുടെ വിദേശകാര്യ വിഭാഗമായ ഖുദ്സ് ഫോഴ്സ് പശ്ചിമേഷ്യയിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇറാന്റെ ആധുനിക ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന്റെ പൂർണ്ണ നിയന്ത്രണവും IRGCക്കാണ്. ഡ്രോൺ സാങ്കേതിക വിദ്യയിലും ഇവർ ബഹുദൂരം മുന്നിലാണ്. സൈനിക മേഖലയ്ക്ക് പുറമെ ഇറാന്റെ സാമ്പത്തിക ബിസിനസ് രംഗങ്ങളിലും ഇവർക്ക് വലിയ സ്വാധീനമുണ്ട്. രാജ്യത്തെ നിർമ്മാണം, ഊർജം തുടങ്ങിയ പ്രധാന മേഖലകളിൽ IRGC നിയന്ത്രിക്കുന്ന കമ്പനികളാണ് മുൻപന്തിയിലുള്ളത്. ഇറാൻ US സംഘർഷം രൂക്ഷമാകുന്നതിനിടെ സമാധാന ചർച്ചകൾക്ക് ഇറാൻ സന്നദ്ധത അറിയിച്ചതായി ഒമാൻ അറിയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയുമായി ഒമാൻ വിദേശകാര്യമന്ത്രി ആശയവിനിമയം നടത്തി. മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം ഒമാൻ നൽകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഇറാനിലെ പുതിയ നേതൃത്വവുമായി സംസാരിക്കാൻ തയ്യാറെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചു. ചർച്ച വേണമെന്ന് ഇറാൻ താൽപര്യം പ്രകടിപ്പിച്ചതായും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ഇത് നേരത്തെ ചെയ്യണമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇസ്രായേലുമായി ചേർന്ന് ഇറാനിൽ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ ഇറാനിലെ 48 ഉന്നത നേതാക്കളെ വധിച്ചതായി ട്രംപ് അറിയിച്ചു. ഇറാന്റെ മിസൈൽ ശേഖരവും തകർത്തതായി ട്രംപ് കൂട്ടിച്ചേർത്തു.